ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് പേജ് നമ്പർ 131. ഓക്കെ, ടീനേജ് പ്രഗ്നൻസി എന്നുള്ള ഭാഗമാണ്. ഓക്കെ, ടീനേജ് പ്രഗ്നൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൗമാര ഗർഭധാരണം എന്നുള്ള ഭാഗത്തെക്കുറിച്ചാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നിങ്ങളെല്ലാവരും ഇത് ശരിക്കും അറ്റൻഡ് ചെയ്യണം, കാരണം ഇതിൻ്റെ ദൂഷ്യവശങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, പ്രഗ്നൻസി ബിറ്റ്വീൻ 10 to 19 ഇയേഴ്സ് ഈസ് കോമൺലി കോൾഡ് ടീനേജ് പ്രഗ്നൻസി. അപ്പോൾ ടീനേജ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭധാരണം എപ്പം മുതൽ എപ്പോൾ വരെ? 10 വയസ്സിനും 19 വയസ്സിനും ഇടയിൽ സംഭവിക്കുന്ന ഗർഭധാരണത്തിനെയാണ് സാധാരണയായിട്ട് എന്ത് പറയുന്നത്? കൗമാര ഗർഭധാരണം അല്ലെങ്കിൽ ടീനേജ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോ വാട്ട് ഈസ് ടീനേജ് പ്രഗ്നൻസി? ഇറ്റ് ഈസ് എ പ്രഗ്നൻസി ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 10 to 19. അത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമ്മൾ അടുത്ത സെൻറ്റൻസ് പോവുകയാണ്. ദ അഡോളസെൻ്റ് ബോഡി മേ നോട്ട് ഹാവ് ദ ഫിസിക്കൽ കപ്പാസിറ്റി ടു ഹാൻഡിൽ എക്സ്ട്രീം സ്ട്രെസ് സച്ച് ആസ് ചൈൽഡ് ബർത്ത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ അഡോളസെൻ്റ് ബോഡി, അതായത് കൗമാര പ്രായത്തിലുള്ളവരുടെ ശരീരത്തിന് എന്താണ്? പ്രസവം പോലെയുള്ള അമിതമായിട്ടുള്ള സമ്മർദ്ദം ഏറ്റെടുക്കാനുള്ള ശാരീരിക ക്ഷമത വേണമെന്ന് ഇല്ല. അതായത് ദ അഡോളസെൻ്റ് ബോഡി, അതായത് കൗമാരക്കാരുടെ ശരീരത്തിന് മെനോട്ട് ഹാവ് ഉണ്ടാവുകയില്ല. ദ ഫിസിക്കൽ കപ്പാസിറ്റി, ശാരീരിക ക്ഷമത, ടു ഹാൻഡിൽ, അതായത് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രവർത്തിക്കുവാനായിട്ട്, അതിനെ ശരിയായ രീതിയിൽ നടത്തിയെടുക്കാനുള്ള എക്സ്ട്രീം സ്ട്രെസ് സച്ച് ആസ് ചൈൽഡ് ബ്രത്ത്, അതായത് മാനസിക സംഘർഷം എന്തിനു വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ സംഘർഷം, ശാരീരിക ക്ഷമത ഉണ്ടാവുകയില്ല. എന്തിനു വേണ്ടിയിട്ട്? ഈ 10 മുതൽ 19 വയസ്സ് കാലഘട്ടത്തിലുള്ള പ്രസവത്തിന് വേണ്ടിയിട്ട് ഉണ്ടാകണമെന്നില്ല. ഓക്കെ, അത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. There are chances of many complications during pregnancy and childbirth in this period. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ കാലയളവിലുള്ള ഗർഭധാരണത്തിലും പ്രസവത്തിലും ധാരാളം സങ്കീർണതകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് മനസ്സിലാകുക, എപ്പോഴാണ് പ്രസവത്തിൽ കൂടുതൽ സങ്കീർണതകൾ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ഉണ്ടാകാനായിട്ട് സാധിക്കുന്നത്? 10 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള കാലത്ത് ഗർഭം ധരിച്ച് പ്രസവിക്കുവാനായിട്ട് പോകുമ്പോൾ കൂടുതൽ അത്തരത്തിലുള്ള സമയത്ത് കൂടുതൽ സങ്കീർണതകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് ഡേഞ്ചറസ് ഫോർ ദ ഹെൽത്ത് ഓഫ് ദ മദർ ആൻഡ് ദ ബേബി. അപ്പം എന്നിട്ട് പറയുകയാണ്, ഇത്തരത്തിലുള്ള പ്രസവം എന്ന് പറയുന്നത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് അപകടകരമായ ഒന്നാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ആസ് ദേ ആർ നോട്ട് മെൻ്റലി പ്രിപ്പയർഡ് ടു ഷോൾഡർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മദർഹുഡ്. എന്താണ് പറയുന്നത്? ഒരു അമ്മയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ പാകത്തിന് ഒരു പെൺകുട്ടി തൻ്റെ കൗമാരകാലത്ത് തയ്യാറായിട്ടില്ലാത്തത് കൊണ്ട് കൗമാരകാലത്ത്, അതായത് 10 മുതൽ 19 വരെയുള്ള കാലഘട്ടത്തിൽ പ്രസവം നടക്കുകയാണെങ്കിൽ അത് അവൾക്ക് ഒത്തിരി സമ്മർദ്ദങ്ങൾക്കും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും കാരണമായി തീരും. ദേ മേ ബി അഫക്റ്റഡ് ബൈ ഫിസിക്കൽ ഇഷ്യൂസ് ലൈക്ക് സൈക്യാട്രിക് ഇഷ്യൂസ് ലൈക്ക് ഡിപ്രഷൻ. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, മാനസികമായിട്ടുള്ള ഒരു പ്രോബ്ലം ആ കുട്ടിക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇവരിൽ ഏതാണ്? ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദരോഗം അല്ലെങ്കിൽ വിഷാദം പോലെയുള്ള മാനസിക രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. സോ ഒന്നാമത്തെ കാര്യം, വൈ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഇൻ ദ ഫിസിക്കലി ദാറ്റ് ഗേൾ ഈസ് നോട്ട് ഓക്കെ. സെക്കൻഡ്ലി, there is a danger for the mother and child. Thirdly, there is a possibility for the depression. എന്തുകൊണ്ടാണ്? വിഷാദ രോഗം ഉണ്ടാകുവാനായിട്ടുള്ള ഒരു സാധ്യതയും ഉണ്ട് ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ ഈ ജന്മം നൽകുന്ന അമ്മയ്ക്ക്. പ്രീമച്വർ ബർത്ത്സ്, ബേബീസ് ഹാവിംഗ് ലോ വെയ്റ്റ് അറ്റ് ബർത്ത്, ഒക്യൂറൻസ് ഓഫ് വേരിയസ് മോർബിഡിറ്റീസ് and high mental and infant mortality rates are common in teenage pregnancy. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ടീനേജ് പ്രഗ്നൻസിയിൽ വരുന്ന കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഏതെല്ലാമാണ്? അതായത് ഒന്ന്, മാസം തികയാതെയുള്ള പ്രസവം ഉണ്ടാകാറുണ്ട്, കുറഞ്ഞ ശരീരഭാരമുള്ള കുഞ്ഞുങ്ങളുണ്ടാകാറുണ്ട്, പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ഉണ്ടാകാറുണ്ട്, ഉയർന്ന മാതൃശിശു മരണനിരക്ക് എന്നിവ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, വാട്ട് ആർ ദ കോംപ്ലിക്കേഷൻസ് ഇറ്റ് ബ്രിങ്സ്. നമ്മൾ മനസ്സിലാക്കുക, ഇത് കോംപ്ലിക്കേഷൻസ് ഏതാണ്? ടീനേജ് പ്രഗ്നൻസിയിൽ നമുക്ക് കിട്ടുന്നത് ഏതാണ്? പ്രീമച്വർ ബർത്ത്, അതായത് മാസം തികയാതെയുള്ള കുഞ്ഞുങ്ങളുടെ ജന്മത്തിന് സാധ്യതയുണ്ട്. ബേബീസ് ഹാവിംഗ് ലോ വെയ്റ്റ് അറ്റ് ബർത്ത്, അതായത് ജനനസമയത്ത് കുട്ടികൾക്ക് ശരിയായിട്ടുള്ള തൂക്കമില്ലാതിരിക്കാറുണ്ട്. ഒക്യൂറൻസ് ഓഫ്
വേരിയസ് മൊബിലിറ്റീസ്, മോർബിഡിറ്റീസ്, അതായത് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. ഹൈ മെൻ്റൽ ആൻഡ് മെറ്റേണൽ ആൻഡ് ഇൻഫൻ്റൽ മോർട്ടാലിറ്റി റേറ്റ്സ്, അതായത് എന്താണ്, കൂടുതലായിട്ട് പ്രസവ സമയത്തുള്ള അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ദീസ് ആർ ദ കോമൺ ടീനേജ് പ്രഗ്നൻസിക്ക് ഉണ്ടാകുന്ന പ്രോബ്ലങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അഡോളസെൻ്റ് പ്രഗ്നൻസി വിത്ത് ഓർ വിത്തൗട്ട് സെക്സ്വൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫൺ ലീഡ് ടു അൺസേഫ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിലൂടെയും അല്ലാതെയും സംഭവിക്കുന്ന കൗമാരത്തിലെ ഗർഭധാരണത്തിന് എപ്പോഴാണ് പെട്ടെന്ന് പലപ്പോഴും സുരക്ഷിത അല്ലാത്ത ഗർഭചിത്രത്തിലേക്ക് നയിക്കുന്നു. അതായത് ചില സമയത്ത് ഇങ്ങനെ ഈ കൗമാര കാലഘട്ടത്തിൽ വരുന്ന പ്രഗ്നൻസി ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ചൂഷണം ചെയ്യപ്പെടുന്നതാണ്. ചില സമയത്ത് അല്ലാതെ തന്നെ ഇൻട്രസ്റ്റ് കൊണ്ടോ എന്തെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഏതെങ്കിലും ഒരു കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടി, അതായത് 10-നും 19 വയസ്സിനിടയിലുള്ള ഒരു കുട്ടി ഗർഭിണിയായി തീർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ആ കുഞ്ഞിന് വലിപ്പക്കുറവുണ്ടായിരിക്കാം, ഭാരം കുറവുണ്ടായിരിക്കാം, രോഗങ്ങളുണ്ടായിരിക്കാം, മാനസിക സംഘർഷം അമ്മയ്ക്കുണ്ടായിരിക്കാം, കുഞ്ഞിൻ്റെ വളർച്ചയെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള പല കോംപ്ലിക്കേഷനുകളും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് എന്ത് പറ്റാൻ സാധ്യതയുണ്ട്? പലപ്പോഴും സുരക്ഷിതമല്ലാത്ത ഗർഭചിത്രത്തിലേക്ക് അല്ലെങ്കിൽ അബോർഷനിലേക്ക് ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ കുട്ടിയെ, കൗമാരക്കാരിയെ എത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോളുക. ഒരിക്കലും കൗമാരകാലത്ത് ഗർഭിണിയാവാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ് നമ്മൾ. അടുത്ത പാരഗ്രാഫ് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കൂ. സെക്സ്വൽ അസൾട്ട് ഈസ് ആൻ ആക്ട് ദാറ്റ് വയലേറ്റ്സ് എ പേഴ്സൺസ് റൈറ്റ് ആൻഡ് ഡിഗ്നിറ്റി. എന്താണ് പറയുന്നത്? സെക്സ്വൽ അസൾട്ട്, അതായത് എന്താണ്? ലൈംഗിക അതിക്രമം. സെക്സ്വൽ അസൾട്ട് എന്ന് പറഞ്ഞാൽ ലൈംഗിക അതിക്രമം എന്താണ്? ഒരു വ്യക്തിയുടെ അവകാശത്തെയും അന്തസ്സിനെയും ലംഘിക്കുന്ന പ്രവൃത്തിയാണ്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, സെക്സ്വൽ അസൾട്ട് ആരുടെ അടുത്തും ചെയ്യാനായിട്ട് പോകരുത്. അത് ആൺകുട്ടികളായിട്ടും ചെയ്യരുത്, പെൺകുട്ടികളായിട്ടും ചെയ്യരുത്. കാരണം ഒരാളുടെ അന്തസ്സിനെയും അഭിമാനത്തെയും, അതായത് അന്തസ്സിനെയും അഭിമാനത്തെയും അത് ഹനിക്കുന്ന ഒന്നാണ്. എനിവൺ ക്യാൻ ബി വിക്ടിം റിഗാർഡ്ലെസ് ഓഫ് വൺസ് ഏജ്, ജെൻഡർ ഓർ ബാക്ക്ഗ്രൗണ്ട്. എനിവൺ ക്യാൻ ബി, ഏതൊരു വ്യക്തിക്കും ഈ ലൈംഗിക അതിക്രമത്തിൻ്റെ ഒരു ഇരയായി തീരാം. ആ ലിംഗഭേദമോ പശ്ചാത്തലമോ പരിഗണിക്കാതെ. അപ്പം ആരും അതിന് ഇന്ന ലിംഗമെന്നില്ല, ആളുടെ പശ്ചാത്തലമെന്നില്ല, ഏതൊരു വ്യക്തിയും ഒരുപക്ഷെ ലൈംഗിക അതിക്രമത്തിന് ഇരയായി തീർന്നിരിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക, ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്ന വ്യക്തിയുടെ തെറ്റ് കൊണ്ടല്ലെന്നും എല്ലാ സാഹചര്യങ്ങളും സുരക്ഷിതത്വവും ബഹുമാനവും അനുഭവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും തിരിച്ചറിയണം. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ജെൻഡർ ബാക്ക്ഗ്രൗണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, അത് വളരെ പ്രധാനപ്പെട്ട ടു റെക്കഗ്നൈസ്, നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവണം. ദാറ്റ് സെക്സ്വൽ അസൾട്ട്, ലൈംഗിക അതിക്രമം ഈസ് നെവർ ദ വിക്ടിംസ് ഫോൾട്ട്, അതായത് അതിന് ഇരയായി തീർന്ന ഇരയുടെ തെറ്റുകൊണ്ടല്ല ലൈംഗിക അതിക്രമം നടന്നിരിക്കുന്നത്. ആൻഡ് ദാറ്റ് എവരി വൺ ഹാസ് ദ റൈറ്റ്, അതായത് എല്ലാവർക്കും അവകാശമുണ്ട് ടു ഫീൽ പ്രൊട്ടക്റ്റഡ്, അവർക്ക് സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് റെസ്പെക്റ്റഡ് ഇൻ ഓൾ സർക്കംസ്റ്റൻസസ്, എല്ലാ സാഹചര്യങ്ങളിലും സംരക്ഷിക്കപ്പെടുവാനും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുവാനുമുള്ള അവകാശമുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. അണ്ടർസ്റ്റാൻഡിങ് വാട്ട് സെക്സ്വൽ assault is and how it happened is the first step to prevent it. ഇനി ലൈംഗിക അതിക്രമത്തെ എങ്ങനെയാണ് നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കുന്നത്? ലൈംഗിക അതിക്രമം എന്താണെന്നും എങ്ങനെയാണ് എന്നും ഇത് മനസ്സിലാക്കുന്നതിലൂടെ ലൈംഗിക അതിക്രമം തടയുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. Consenting to sexual activity and becoming a victim to sexual exploitation are both equally dangerous. ഇനി നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ലൈംഗിക പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സമ്മതിക്കുന്നു എന്നതും അതിലൂടെ ലൈംഗിക അതിക്രമ പ്രവർത്തനങ്ങൾക്ക് ഇരയാകുന്നു എന്നതും പ്രശ്നം തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളാണ്, അതുകൊണ്ട് ഞങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് വിചാരിക്കുക, അതും നിങ്ങൾക്ക് ഭാവിയിലേക്ക് പ്രശ്നമുണ്ടാകാനായിട്ട് തീരും. അത് കാരണം കൊണ്ട് വിവാഹമൊക്കെ കഴിഞ്ഞ് നല്ല പ്രായമൊക്കെയായി ഒരു 10-24 വയസ്സായിട്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാവുള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിനും മാനസികവും ശാരീരികവും ആരോഗ്യത്തിനും പ്രശ്നമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധ്യത ഉണ്ടാകാറുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇഫ് യു ആർ എക്സ്പീരിയൻസിങ് സെക്സ്വൽ വയലൻസ് ഓർ ഹാവിങ് കൺസേൺസ് അബൌട്ട് യുവർ സേഫ്റ്റി, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലൈംഗിക അതിക്രമ
അനുഭവപ്പെടുന്നതായിട്ട് തോന്നുകയോ നിങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ യു ഷുഡ് സീക്ക് ദ നെസസറി സപ്പോർട്ട് ഫ്രം ദ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് അത് പറയണം. ഓർ ഫ്രം ദ ലീഗൽ സിസ്റ്റം. അതുപോലെ തന്നെ പോലീസിലും പരാതി കൊടുക്കണം. എപ്പോഴെങ്കിലും ഒരു ലൈംഗിക അതിക്രമം നിങ്ങൾക്കെതിരായിട്ട് വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയോ നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് അത് ഹാനികരമായി തീരുകയോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കുടുംബത്തെ അറിയിക്കണം. അതുപോലെ തന്നെ മെമ്പേഴ്സിനോട്, കുടുംബത്തിലുള്ളവരോട് പറയുകയും ചെയ്യണം. Sexual assault against those who are below 18 years come under POSCO ആക്ട് ഇൻ ഇന്ത്യ. ഇനി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ ഏതെങ്കിലും ഒരു മനുഷ്യൻ 18 വയസ്സിന് താഴെയുള്ള, അത് ആൺകുട്ടിയായിരിക്കാം പെൺകുട്ടിയായിരിക്കാം, ആ ഒരു കുട്ടിക്കെതിരായിട്ട് ലൈംഗിക അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കേസ് വരുന്നത് പോസ്കോ എന്ന് പറയുന്ന സെക്ഷനിലാണ് വരുന്നത്, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യയിലെ. ഓക്കെ. കൗൺസിലേഴ്സ് അറ്റ് അഡോളസെൻറ്റ് ഫ്രണ്ട്ലി ഹെൽത്ത് സെൻറ്റേഴ്സ് ക്യാൻ ബി അപ്രോച്ച്ഡ് കോൺഫിഡൻഷ്യലി ഫോർ റിയൽ ടൈം സൊല്യൂഷൻസ് ടു സച്ച് എ പ്രോബ്ലംസ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആരെങ്കിലും അതിക്രമത്തിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൗൺസിലേഴ്സ് അറ്റ് അഡോളസെൻസ് ആയിട്ടുള്ളവരെ കൗൺസിൽ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ഹെൽത്ത് സെൻറ്റേഴ്സിനെയോ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ക്യാൻ ബി അപ്രോച്ച്ഡ് കോൺഫിഡൻഷ്യലി. അവർ അത് വളരെ രഹസ്യമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് അത് കീപ്പ് ചെയ്തോളും. ഫോർ റിയൽ ടൈം സൊല്യൂഷൻ, ശരിക്കുമുള്ള സൊല്യൂഷന് വേണ്ടി. സച്ച് എ പ്രോബ്ലംസ് ആൻഡ് ഹെൽത്ത് കൺസേൺസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്സ് 24 hours ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലൈംഗിക അതിക്രമം നിങ്ങൾക്ക് അനുഭവപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറും സഹായം നൽകുന്ന ദിശ ഹെൽപ്പ് ലൈൻ ഉണ്ട്. ആ ദിശ ഹെൽപ്പ് ലൈനിൽ നിങ്ങൾ വിളിക്കണം. അതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറും ഇവിടെ തന്നിട്ടുണ്ട്. 1056 അല്ലെങ്കിൽ 104 എന്ന നമ്പറിൽ വിളിക്കുക. ക്യാൻ ബി അസസ്ഡ് ടു അവൈൽ ദെയർ സർവീസ്. അങ്ങനെ ആ നമ്പറിൽ വിളിച്ചു കഴിയുമ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർവീസുകളും സഹായങ്ങളും ലഭിക്കുകയാണ്. അപ്പോൾ ടീനേജ് പ്രഗ്നൻസി എന്നുള്ള ഈ പാഠഭാഗത്തിൻ്റെ ലെസണിൻ്റെ ക്ലാസ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം.